ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മലയാളത്തിലുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. മലയാളത്തിലെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമ്മൾ എങ്ങനെ അത് ലിങ്ക് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത് റിവേറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഇവിടെ കാണുന്നത് ഫാമിലി സെക്ഷനാണ്. നമുക്ക് പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഫാമിലീസ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യുന്ന ഇതിലൂടെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആർക്കിടെക്ചറൽ മോഡലുണ്ട്. അപ്പോൾ ഞാനത് പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇലക്ട്രിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ കുറേ ടെംപ്ലേറ്റ് ഫയലുകൾ, ഡിഫാൾട്ട് ടെംപ്ലേറ്റ് ഫയലുകൾ നമുക്കിവിടെ കിട്ടും. ആർക്കിടെക്ചറുണ്ട്, സ്ട്രക്ചറലുണ്ട്, മെക്കാനിക്കലുണ്ട്, സിസ്റ്റമുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, പ്ലംബിംഗ് ഉണ്ട്. ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് ഇവിടെ ആരോ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളിലെയും സംഭവം കിട്ടും. അപ്പോൾ നമുക്ക് മെട്രിക്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിഫാൾട്ട് ടെംപ്ലേറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡിഫാൾട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡിഫാൾട്ട് മെട്രിക് ചൂസ് ചെയ്തു, ജസ്റ്റ് ഓപ്പൺ കൊടുത്തു. അപ്പോൾ അതവിടെ വരും. അപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റായിട്ട് ഇത് RTE ഫയലാണ്. .RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേറ്റ് ടെംപ്ലേറ്റ് ഫയലാണ്. നമ്മളത് പ്രൊജക്റ്റ് RVT ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനെ നമ്മളൊരു സെൻട്രൽ മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൊളാബറേറ്റീവ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇപ്പോൾ ഇവിടെ എല്ലാം ഡീആക്റ്റീവായിട്ടാണ് കിടക്കുന്നത്. ഇതൊന്നും ആക്റ്റീവ് അല്ല ഇതെല്ലാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മൾ ഇതൊരു കൊളാബറേറ്റ് ചെയ്ത് നമുക്കൊരു മറ്റുള്ള ആൾക്കാരും ഇവിടെ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കുറേ വർക്ക് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വർക്ക് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ക്രിയേറ്റ് വർക്ക് സെറ്റ് ആൻഡ് ആഡ് എലമെൻറ്റ്സ് ടു ദം ഓൺലി ദ യൂസർ ക്യാൻ എഡിറ്റ് ദ എലമെൻറ്റ്സ് ആൻഡ് പർട്ടിക്കുലർ വർക്ക് സെറ്റ്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള വർക്ക് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ ഏത് യൂസറാണ് യൂസ് ചെയ്യേണ്ടത് അയാൾക്ക് മാത്രം അത് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് ലെയർ പോലെയാണ് ഓട്ടോകാഡിലുള്ളത് പോലെ തന്നെ. അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇതിലൂടെയാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഓൾറെഡി ഷെയർഡ് ഗ്രിഡ്സ് ആൻഡ് ലെവൽസ് എന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കുന്നത് BEP എന്ന് പറഞ്ഞിട്ട് ബിം എക്സിക്യൂഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പേരുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫോർമാറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പം ZZ _ ഗ്രിഡ്സ് ആൻഡ് ലെവൽസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഗ്രിഡ്സ് നമുക്ക് ആദ്യമേ ഒരു വർക്ക് സെറ്റ് ഗ്രിഡ്സിൻ്റെ വർക്ക് സെറ്റ് വേണം. ഇപ്പോൾ ഗ്രിഡ്സ് ആൻഡ് ലെവൽസ് എന്നും പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഈ പേരൊക്കെ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ആ BEPയിലൂടെ നമുക്ക് കാണും എങ്ങനെയാണ് വർക്ക് സെറ്റുകളുടെ പേര് കൊടുക്കുന്നത്. അടുത്ത ഞാനൊരു ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു, ലിങ്ക് ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞിട്ട്, ലിങ്ക് _ ആർക്കിടെക്ചറൽ. അപ്പോൾ ആർക്കിടെക്ചർ ഫയലുകൾ ലിങ്ക് ചെയ്യുന്നപ്പം അതിലേക്ക് വരണം. ക്ലിക്ക് ഓക്കെ കൊടുത്തു. സെൻട്രൽ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ മോഡലാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ കുറേ വർക്ക് സെറ്റുകൾ വേണം. അതുപോലെ നമുക്ക് സ്ട്രക്ചറൽ വേണം. നമുക്ക് CAD ഫയലുകൾ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വേണം. അപ്പോൾ ഞാനിവിടെ സ്ട്രക്ചറലിൻ്റെ ഒരു ലിങ്ക് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞ് കൊടുത്തു. ഷോർട്ട് ഫോം ആക്കി ഇട്ടാൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ നെയിം കൊടുക്കാം. സ്ട്രക്ചറൽ കൊടുത്തു. അതിനുശേഷം ഇലക്ട്രിക്കൽ പവർ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇലക്ട്രിക്കൽ പവർ. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത പറയണം ഇലക്ട്രിക്കൽ ലൈറ്റിങ്. അടുത്ത പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ഫയർ. അപ്പോൾ ഏതൊക്കെ നിങ്ങളുടെ സിസ്റ്റം ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫയർ അലാറം. ഓക്കെ, ദെൻ നമ്മുടെ ഇലക്ട്രിക്കൽ ഡേറ്റ ELV എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ELV എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടെയ്ൻമെൻറ്റ് എന്ന് കൊടുക്കാം. അപ്പം ELVക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വർക്ക് സെറ്റ് വേണം. ഇലക്ട്രിക്കൽ കണ്ടെയ്ൻമെൻറ്റ് പവർ എന്ന് കൊടുക്കാം. പവർ. ഓക്കെ, പവറിന് വേണ്ടിയുള്ള കണ്ടെയ്ൻമെൻ്റ് ആണ്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഇത് ജസ്റ്റ് കോപ്പി ചെയ്തു, ഓക്കെ കൊടുത്തു. അടുത്ത ന്യൂ ഒരെണ്ണം ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടെയ്ൻമെൻറ്റ്, ഇപ്പം നമുക്ക് പവർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ട്രങ്കിങ് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് കഴിഞ്ഞിട്ട് ELV ഡേറ്റയ്ക്കും വേണ്ടി ELVയുടെ ഡേറ്റാസിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം ELV എന്ന് പറഞ്ഞിട്ടൊരു കണ്ടെയ്ൻമെൻറ്റ്, ഇത്രയും കൊടുത്തു. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞ്, ഓക്കെ കൊടുത്തപ്പോൾ അവർ ചോദിക്കാൻ ഡു യു വാണ്ട് ടു
ആക്റ്റീവായിട്ട് ഈ വർക്ക്സെറ്റ് വേണം നമുക്ക് നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ആക്റ്റീവ് വർക്ക്സെറ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വർക്ക്സെറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഈ സിങ്ക്രണൈസ് വിത്ത് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ വന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഈ പ്രോജക്റ്റ് സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമുക്ക് എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടോട്ട് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. പ്രോജക്റ്റിനകത്ത് ഞാനിവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ മോഡൽ എന്നും പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ പേരെ കൊടുക്കുന്നത് BEPക്കകത്ത് കാണും, അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പ് ഫയലുകളൊക്കെ നിങ്ങൾക്ക് എത്ര ബാക്കപ്പുകൾ വേണമെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 1 കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമുക്ക് 10, 5 ഒക്കെ കൊടുത്ത് നിൽക്കാം. പക്ഷേ ഞാനിവിടെ 1 കൊടുക്കുന്ന ഒരുപാട് ബാക്കപ്പുകൾ എൻ്റെ കമ്പ്യൂട്ടറിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ 1 ഇത് കൊടുത്തു. ഞാൻ എന്നിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ കണ്ടു ഇവിടെ RVT എന്നും പറഞ്ഞ് വന്നു, നമ്മൾ സേവ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊജക്റ്റുകൾ സേവ് ചെയ്യാം. പ്രൊജക്റ്റുകൾ സേവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോണം, ഇവിടെ ഇപ്പോൾ കണ്ട സിങ്ക്രണൈസ് വിത്ത് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയി. ഇപ്പോൾ നമ്മുടെ ഒരു സെൻട്രൽ ഫയലായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിങ്ക് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ ഫയലായിട്ട് നമ്മുടെ മാറി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫയൽ ലിങ്ക് ചെയ്യണം. ഓട്ടോക്യാഡ് റിവേറ്റ് ലിങ്ക് നമുക്ക് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇൻസേർട്ടിനകത്ത് പോവാം. ഈ ഇൻസേർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഓരോരോ കാര്യങ്ങളിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ ഉള്ളതാണ്. IFC ഫയലും ലിങ്ക് ക്യാഡ് ഏതൊക്കെ ഫയലുകൾ നിങ്ങളുടെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും ഇതിലൂടെ, ഈ ഇൻസേർട്ട് ടാബിലൂടെ. ലോഡ് ഫാമിലി കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റിവേറ്റ് ലിങ്ക് കൊടുക്കുവാണ് ഫസ്റ്റ്. അപ്പോൾ എനിക്ക് എവിടെയാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഡൗൺലോഡിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് എടുക്കാം. ഞാനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ലിങ്ക് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ബേസ് ആർക്കിടെക്ചർ എന്നുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് RVT ഫയലാണ്. അപ്പം അതിൻ്റെ ഫയലിൻ്റെ ഇത് ഇപ്പം പൊസിഷനിങ് ചോദിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ ഒറിജിൻ ടു ഒറിജിൻ ഇട്ടിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുമ്പോൾ ഇത് 2021 ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഗ്രേഡ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു 2 മിനിറ്റുള്ളിൽ നമുക്കത് സേവ്. ഇപ്പം ഏത് പ്രോജക്റ്റ് ഓപ്പൺ ആക്കിയാലും ഇപ്പോൾ നമ്മൾ 21 ചെയ്യുന്നത് ആർക്കിടെക്ചർ മോഡൽ 21 നമ്മൾ ഇലക്ട്രിക്കൽ മോഡൽ ചെയ്യുമ്പോഴും 21 തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരും, അതൊരുപാട് പ്രോബ്ലംസുകളുണ്ടാവും. അപ്പം നമ്മളിത് ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഉണ്ട്, പ്രൊജക്ട് ബ്രൗസർ ഉണ്ട്. പ്രൊജക്ട് ബ്രൗസറിലൂടെ നമുക്ക് വ്യൂസുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്തൂടെ ലിജൻസുകൾ, ഷീറ്റുകൾ, ഇത് ഫാമിലീസ് എല്ലാം വരുന്നത് ഈ പ്രൊജക്ട് ബ്രൗസറിലൂടെയാണ്. പ്രോപ്പർട്ടീസിലൂടെ നമുക്ക് ഒരുപാട് അതിൻ്റെ ഒരു എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 69% ആയി, ജസ്റ്റ് അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസും പ്രൊജക്ട് ബ്രൗസറും ഒക്കെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇത് ലോഡാവുകയാണ്, 71% ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്റ്റീവ് വർക്ക്സെറ്റ് ആ വർക്ക്സെറ്റിലേക്കായിരിക്കണം അത് വന്ന് വീഴുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഫുൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ലിങ്ക് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ലിങ്ക് ആർക്കിടെക്ചർ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ VV എന്ന് ടൈപ്പ് ചെയ്യുക, വിസിബിലിറ്റി ഗ്രാഫിക്സ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വർക്ക്സെറ്റിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹൈഡ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും കേട്ടോ. കാരണം അതാണ് നമ്മുടെ ഒരു വസ്തുവിനെ നമ്മൾ റിവേറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നമുക്ക് ജസ്റ്റ് VV അടിക്കൂ, വർക്ക്സെറ്റിൽ പോയി ഇപ്പോൾ ഇത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോ ചെയ്യും. അപ്പം പല യൂസ്ഫുൾ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞാനിവിടെ എലിവേഷൻസ് എന്നുള്ളത് ഇവിടെ ഈ കാണുന്ന എലിവേഷൻസ് ഞാൻ VV അടിച്ചു. VV എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഗ്രാഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അനോട്ടേഷനകത്ത് പോവുക, എലിവേഷനകത്ത് പോവുക, ജസ്റ്റ് ക്ലിക്ക് ഓക്കെ എടുക്കുക, അതൊക്കെ ഇതാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇപ്പോൾ വർക്ക്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലെവൽസുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വലിയ ലെവലുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ അറിയാൻ പറ്റും. ഇതിനകത്ത് 2 ലെവലേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലെവലുണ്ട്. ഒന്ന് 4500-ലാണിത്, നമ്മുടെ ഡിഫാൾട്ട് ലെവൽ 4000-ലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് AL കമാൻഡ് കൊടുക്കുക, അലൈൻ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ 2 കമാൻഡുകൾ ഇവിടെ 2 ലെവൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 2 ലെവലേ ഉള്ളതുകൊണ്ട് പിന്നെ കോപ്പി മോണിറ്റർ ചെയ്യേണ്ട. കോപ്പി മോണിറ്റർ ചെയ്യുന്നത് കൊളാബറേറ്റിൽ പോയി നമുക്കിവിടെ കോപ്പി എന്നെടുക്കുന്നു, സെലക്ട് ലിങ്ക് എടുക്കുന്നു, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്ത് കൊടുക്കുന്നു,
എന്നിട്ട് ഈ ഫിൽറ്റർ ഓപ്ഷനിൽ വന്നിട്ട് ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലെവൽസ് മാത്രം കോപ്പി ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. താഴത്തെ ഫിനിഷ് കൊടുത്തു, കോപ്പി മോണിറ്റർ വന്ന് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽസിലൂടെ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫാൾട്ട് ലെവൽ ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ കോപ്പി ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മളെന്തായാലും ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ജസ്റ്റ് നിങ്ങൾ വേറെയുള്ള വീഡിയോ അതിനകത്തുള്ള വേറെ ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ വീഡിയോ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണത് ലെവൽ കോപ്പി മോണിറ്റർ ചെയ്തെന്നുള്ളത് കാണാൻ പറ്റും. നമുക്ക് 2 ലെവലുണ്ട്, ഓൾറെഡി 2 ലെവൽസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിപ്പം ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് കുറേ അൺവാണ്ടഡ് ലൈൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ പ്ലാൻ ഉണ്ട്, അതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു, അത് ക്ലിക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇലക്ട്രിക്കൽ ലൈറ്റിങ്ങിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിനെല്ലാം നമുക്ക് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട ഇവിടെ കണ്ട ഇത് അൺചെക്ക് ചെയ്തിടുക, കാരണം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യണം നമ്മുടെ സ്കെയിലിലേക്ക്. ഓക്കെ, അതിനുവേണ്ടി നമ്മളത് ഇത് ചെയ്തു. പിന്നെ ഡീറ്റെയിൽ ലെവൽ അത് നമ്മൾ അൺചെക്ക് ചെയ്തിട്ടു. അതിനുശേഷം നമ്മുടെ മോഡൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഷെയ്ഡഡ് വയർ ഫ്രെയിം അങ്ങനെയൊക്കെ വരുന്നത് മോഡൽ ഡിസ്പ്ലേ നമ്മൾ അൺചെക്ക് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വ്യൂ റേഞ്ച് നമ്മൾ അൺചെക്ക് ചെയ്തിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ താപ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസിപ്ലിൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലാണ് ഡിസിപ്ലിനാണ് കിട്ടുന്നത്. നമുക്ക് ലൈറ്റിംഗ് ആണ് ഇവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈറ്റിങ്ങിൻ്റെ ഒരു ടെംപ്ലേറ്റ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് വീണ്ടും വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ വീണ്ടും ഈ എലിവേഷൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഇത് സെലക്ട് ചെയ്ത് നമ്മൾ പിൻ ചെയ്തിടുക. എന്നിട്ട് ഇവിടെ ഇതെല്ലാം അൺചെക്ക് ചെയ്തിടുക, കാരണം ഇത് മൂവ് ആയി പോകരുത്. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് അൺചെക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇത് പിന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇത് ചെയ്തിടുന്നു. എന്നിട്ട് വി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫെയ്ഡ് ആയിട്ടാണ് കാണുന്നുണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പോയി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അനോട്ടേഷനകത്ത് വന്ന് ഇപ്പോൾ ലെവൽസ് എലിവേഷൻസ് ഒന്നും അവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എലിവേഷൻസ് ഇവിടുന്ന് ഓഫ് ചെയ്തിടാം. മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ റെഫറൻസ് പ്ലെയിൻസ് റെഫറൻസ് ലൈൻസ് ഇതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. അപ്പോൾ നമുക്കതൊക്കെ ഓഫ് ചെയ്തിടാം. എന്നിട്ട് അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പോകും. ഇപ്പോൾ ഇവിടെ എന്താണ് ഈ ലൈൻസൊക്കെ കിടക്കുന്നത്, ഇതൊന്നും വേണ്ട നമുക്ക്, ഈ ലൈൻസ് എന്നുള്ളതൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് നമ്മൾ ടാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ലൈൻസ് എന്നും പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റിൽ പോയിട്ട് നമ്മുടെ മോഡൽ കാറ്റഗറി പോയി ലൈൻസ് നോക്കണം. ലൈൻസ് എന്നുള്ളത് കണ്ടോ, ലൈൻസ് നമ്മൾ ഇവിടെ കുറേ ലൈൻസുകളൊക്കെ ഉണ്ട്. അപ്പം ആ ലൈൻസുകളൊന്നും നമുക്ക് വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത്. അപ്പോൾ അല്ലെങ്കിൽ ഈ ലൈൻസ് നമ്മൾ സെലക്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈൻസ് അവിടെ നിന്ന് പോകും കണ്ടോ. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ കുറേ ലൈൻസുകൾ കളർഫുള്ളായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വി അടിച്ചിട്ട് നമ്മുടെ റിവേറ്റ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് തന്നെ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ റിവേറ്റ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആഫ്റ്റർ ഓൺ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, അത് ആഫ്റ്റർ ഓൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നമ്മൾ ഈ പ്ലാനുകളൊക്കെ വൃത്തിയാക്കും. ഇവിടെ നമ്മളിതിൻ്റെ 3D വ്യൂ എടുത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് 3D വ്യൂവിൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് വി അടിച്ച് നമുക്ക് ആ എലിവേഷൻസ് എടുത്ത് കളയാം. എലിവേഷൻസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. വി അടിച്ച് നമ്മൾ എലിവേഷൻസ് ഓഫ് ചെയ്തിരുന്നു. ഓക്കെ, നമ്മുടെ 3D വ്യൂവിൽ നമ്മുടെ എലിവേഷൻസ് ലെവൽസ് നമ്മൾ ഇവിടുന്ന് ഓഫ് ചെയ്തിടാം. ലെവൽസ് ഇങ്ങനെ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും കണ്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു ഓഫീസ് ബിൽഡിംഗ് ആണെന്ന് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റും കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് ഇവിടെ നമ്മൾ ഫൈൻ കൊടുക്കുക. ഫൈൻ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടൈം എടുക്കും. അപ്പോൾ ഫൈൻ അടിച്ചതിന് ശേഷം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ സെക്ഷൻ ബോക്സ് ഓഫായി കിടക്കുകയാണ്. അപ്പോൾ സെക്ഷൻ ബോക്സ് ഓണാക്കി ഇടുക. ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് താഴെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് മേളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് താഴെ എടുക്കുക. ഓക്കെ, നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വ്യൂ ക്യൂബ്സിനെയൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് വ്യൂ ക്യൂബാണ്. നമുക്ക് ഇവിടുന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്കുകയും ചെയ്യാം. ഷിഫ്റ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മൗസിൻ്റെ സെൻറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കറക്കുകയും ചെയ്യാം പ്രസ് ചെയ്തുകൊണ്ട്. ഓക്കെ, നമുക്കിതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് താഴെ എടുക്കാം
ഉണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ബിൽഡിങ്സ് കാണാൻ പറ്റും. ബിൽഡിംഗ് എങ്ങനെയാണ് ഇരിക്കുന്നത്, സോഫ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിനകത്ത് എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുമെല്ലാം. നമുക്ക് ഇതിനകത്ത് കുറേ പവറും ലൈറ്റും ഒക്കെ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളന്നേരം ലൈറ്റിങ്ങിനകത്ത് വന്നു. ഫസ്റ്റ് ലൈറ്റിങ്ങിനകത്ത് വന്നിട്ട് നമുക്കിവിടെ ലൈറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു DB പ്ലേസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്തൊരു DB പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇലക്ട്രിക്കൽ റൂം ടാഗുകളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, നമുക്കന്നേരം ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ ഒരു റൂമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്കിവിടെ DB പ്ലേസ് ചെയ്യാം. DB പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ആണുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു വർക്ക് സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഒരു വർക്ക് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അപ്പം വെക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വരും, ആ ഒരു വർക്ക് സെറ്റിലേക്ക് പോകും. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ യെസ് കൊടുക്കുക. അതാണ് നമ്മുടെ ആക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റത്തിൽ പോയി നിങ്ങളുടെ ഫാമിലീസ് ഇപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DBs ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് തരത്തിലുള്ള DBs ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ DBs ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലോഡ് ചെയ്യുക. ഇൻസേർട്ടിനകത്ത് പോയിട്ട് ലോഡ് ഫാമിലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊക്കെ ഉള്ള ഇപ്പം ഇതിപ്പോൾ ഞാൻ 2 ഫാമിലീസ് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാനത് ലോഡ് ചെയ്തു, ഓപ്പൺ ചെയ്ത് ലോഡ് ചെയ്തു. ഓക്കെ, ലോഡ് ഫാമിലി പോയി. റിവേറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് കുറേ സെക്ഷൻസ് ഇവിടെ ഉണ്ട്. ലൈറ്റിംഗ് ഫിക്സേഴ്സ്, ഇപ്പോൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ. അപ്പം ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതിനകത്തോട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫാമിലീസ് എല്ലാം ഇതിനകത്ത് വരും. ഇപ്പോൾ വീണ്ടും എപ്പോഴും പോയിട്ട് നിങ്ങൾ ഫാമിലീസ് ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഫാമിലീസ് നിങ്ങൾക്ക് ഇവിടെ ലോഡാവും. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേറൊരു ട്രെയിനിങ് ജസ്റ്റ് ഇതിനകത്ത് പോയിട്ട് നമ്മുടെ കുറേ ഫാമിലീസ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. ട്രെയിനിങ് ഫാമിലീസ് പ്രോജക്റ്റ് ഓക്കെ. ഫാമിലീസ് ഇതിനകത്ത് കുറേയധികം ഫാമിലീസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ലോഡ് ചെയ്തിടുക. ഓക്കെ, ഞാൻ ഇതിനകത്തെല്ലാം ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫാമിലീസുകൾ എന്തെങ്കിലുമൊക്കെ ഫാമിലീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ലൈറ്റിംഗ് ആണ് നമ്മളിന്ന് മെയിനായിട്ട് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കാം ലൈറ്റിംഗ് എങ്ങനെ വർക്കാവും എന്നുള്ളത്. ഓക്കെ, നമുക്ക് ലൈറ്റിംഗ് വെക്കണം. അപ്പം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ആദ്യം നമുക്കൊരു നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒരു ജസ്റ്റ് നമ്മുടെ DB സെലക്ട് ചെയ്യുക. ഒരു DB ഇവിടുന്ന് എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ DB. അപ്പം ഞാൻ ഈ DB നമ്മുടെ ഇതിങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ഓൺ ഫേസിലാണ് വെക്കുന്നത്. വെർട്ടിക്കൽ ഫേസ് ആണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോളിലാണ് വരേണ്ടത്. ഇപ്പോൾ ഒരു DB ഞാനിവിടെ വെച്ചു, ഒരു DB ഇവിടെ വെച്ചു, ഒരു DB ഇവിടെ വെച്ചു. അപ്പം 3 DB ഞാൻ വെച്ചു. ഒരെണ്ണത്തിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. ഇവിടെ വന്നിട്ട് പാനൽ നെയിം എടുക്കുക. പാനൽ നെയിം ഞാൻ കൊടുക്കുന്നു DB ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഒരെണ്ണം DB ലൈറ്റിംഗ് എന്ന് കൊടുത്തു. ഒരെണ്ണം DB പവർ എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം പവർ കൊടുത്തു. ഒരെണ്ണം ലൈറ്റിംഗ് കൊടുത്തു. ഒരെണ്ണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ DB പവർ 1 എന്നോ വേറെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. പാനൽ നെയിമിനകത്ത് DB പവർ 1 എന്നും പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ 2-3 DB വെച്ചു. ഓക്കെ, നമുക്കിത് ഇവിടെ നിന്ന് ലോക്ക് ചെയ്തിടാം, കാരണം എപ്പോഴും സെലക്ട് ആകണ്ട. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ടാഗ് കൊടുക്കാം. TG എന്ന് പറഞ്ഞ ടാഗാണ്. TG എന്ന് എടുക്കുക, ടാഗ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ടാഗ് ഇവിടെ വരും. ഓക്കെ, നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിനെ നമുക്ക് ടാഗെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെ ടാഗുകൾ നമുക്ക് കൊടുത്ത് നമ്മുടെ പാനൽ നെയിം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ടാഗ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമുക്കിങ്ങനെ ചെയ്യാം. ഇതിനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആരോ ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ആരോ ടൈപ്പ് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആരോ ടൈപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് DB പ്ലേസ് ചെയ്യുന്നത്. കേട്ടോ, 3 DB ഇവിടെ പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് 3D നമ്മുടെ വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. 3 DB അത് RYB എന്നുള്ള DB നമ്മുടെ ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ?
ക്ലിയർ ആയിട്ട് നമുക്ക് ആ 3 dB നമ്മുടെ ഇലക്ട്രിക്കൽ റൂം അതാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കറക്റ്റായിട്ട് വരും. ഓക്കെ, നമുക്ക് ക്യാബിനറ്റ് അതായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇത് വന്നിരിക്കുന്ന വർക്ക്സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന വർക്ക്സെറ്റിലാണ് അത് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം, ഓൺ ചെയ്തിടാം. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്നുള്ളതിനകത്ത് പോയിട്ട് നമ്മുടെ വർക്ക്സെറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് കാണണ്ട നിങ്ങൾക്ക് അവിടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയിട്ട് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഒരു വർക്ക്സെറ്റിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം, കണ്ടോ, അതങ്ങ് പോകും. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ചിട്ട് അപ്പം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക്സെറ്റിനകത്ത് പോയി നമുക്കിവിടെ കാണണം, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ഏരിയയിൽ നമുക്ക് ലൈറ്റിംഗ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ലൈറ്റുകൾ കൊടുത്തു നോക്കാം. അപ്പോൾ ലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വർക്ക്സെറ്റിൻ്റെ ഇടം മാറ്റി കൊടുക്കുക, ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റിങ്ങിനകത്ത് പോവുക, സിസ്റ്റത്തിനകത്ത് വരുന്നു, സിസ്റ്റത്തിനകത്ത് വന്നിട്ട് ലൈറ്റിംഗ് ഫിക്സേഴ്സ് എന്നുള്ളത് എടുത്തു. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ. ഒരുപാട് തരത്തിലുള്ള ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ആവശ്യാനുസരണമുള്ള ലൈറ്റ് നമുക്ക് ഏത് തരത്തിലുള്ള ലൈറ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കുക. നമ്മൾ വേറെ ഒരു ടൈപ്പ് ലൈറ്റ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഡിനകത്ത് പോകുന്നു, ലോഡിൻ്റെ പോയിട്ട് ഇവിടെ ഇതിനകത്ത് വന്നു ഡൗൺലോഡ്. ഇവിടെ നമ്മൾ ലൈറ്റിംഗ് ഫിക്സർ നോക്കാം. നമുക്ക് ക്യാമറ ലൈറ്റിംഗ്. ഓക്കെ, ഒരു സീലിംഗ് മൗണ്ടഡ് ലൈറ്റ് നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സിസ്റ്റത്തിൽ വരുന്നു, സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മൾ ലൈറ്റിംഗ് ഫിക്സേഴ്സ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഫിക്സർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ടൈപ്പ് ഏത് തരത്തിലുള്ള ലൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് യൂസ് ചെയ്ത് നമുക്കിവിടെ എടുക്കാം. നമുക്ക് അല്ലെങ്കിൽ 600x600 എന്നുള്ള ലൈറ്റ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ പ്ലേസ് ഓൺ എ ഫേസ് കൊടുത്തു, അല്ല വർക്ക് പ്ലെയിൻ ബേസ് കൊടുക്കാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ കൊണ്ടുവന്നൊരു ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന വെച്ചു. ജസ്റ്റ് നമുക്ക് ഇതിടുക. നമുക്കിവിടെ വെച്ചു, ഒരു ലൈറ്റ് ഇവിടെ വെച്ചു. പക്ഷേ കാണുന്നില്ല. അത് നമ്മൾ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്ഷൻ എടുക്കുക, മേലെ വന്നൊരു സെക്ഷൻ എടുത്ത് നമുക്ക് നോക്കാം അതെങ്ങനത്തെയാണ് റീസൺ എന്ന് നോക്കാം. ഗോ ടു വ്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ കാണാൻ പറ്റും, ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സീലിങ്ങിൽ ലൈറ്റ് ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുക്കുക. എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്തിട്ട് പിക്ക് എ പ്ലെയിൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് സീലിംഗ് ആണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ സീലിങ്ങിലേക്ക് അത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് സീലിങ്ങിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. സീലിംഗ് ഇവിടെ കാണിക്കുന്നില്ല, സീലിംഗ് താഴെയാണോ എന്നുള്ളത് നോക്കാം. നമുക്ക് സീലിംഗ് ആയിട്ടൊന്നും കാണുന്നില്ല അത്. അപ്പോൾ നമുക്ക് സീലിംഗ് അവിടെ ഇല്ല ഇതിൽ. നോക്കട്ടെ, ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് നോക്കാം നമുക്ക് സീലിംഗ് ഉണ്ടോ എന്നുള്ളത്. നമ്മളിതിനെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് നോക്കാം. സീലിംഗ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ സീലിംഗ് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ അങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് റൈറ്റ് എടുത്തു, ബാക്ക് വെച്ചു. ഓക്കെ, നമുക്ക് സീലിംഗ് ഏരിയയിലേക്ക് അതിനെ കൊണ്ടുവരാം. ഓക്കെ, ഇവിടെയാണ് സീലിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈറ്റിംഗ് എടുത്തു, പിന്നെ സീലിംഗ് ഏരിയ എവിടെയാണെന്നുള്ളത് നോക്കണം. നമുക്ക് എന്തായാലും തൽക്കാലം നമുക്കൊരു ലൈറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഗോ ടു വ്യൂ കൊടുത്തു. ഗോ ടു വ്യൂ കൊടുത്തിട്ട് നമുക്കതിനെ തൽക്കാലം നമുക്ക് നമ്മുടെ സ്ലാബിലേക്ക് വെക്കാം. ഓക്കെ, നമുക്കതിൻ്റെ 3D വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്ലാബിൽ വന്നിരിപ്പുണ്ട്. സീലിംഗ് ഉള്ളിടത്ത് നമുക്ക് സീലിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് ലൈറ്റിനെ കൊണ്ടുവന്ന് വെക്കാനും പറ്റും. ഇപ്പോൾ നമ്മളിത് ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പലതരത്തിലുള്ള ലൈറ്റുകൾ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം മോഡൽ കാറ്റഗറി നമ്മൾ ലൈറ്റിംഗ് പോകുന്നു. ലൈറ്റിംഗ് പോയിട്ട് നമ്മളിങ്ങനെ ഒരു ലൈറ്റ് വെച്ചു, അങ്ങനെ നമ്മളിതിനെ കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്തിട്ട് അടുത്ത ലൈറ്റ് നമ്മളിവിടെ വെച്ചു. ഓക്കെ, അടുത്ത ലൈറ്റ് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇത് സീലിങ്ങിലല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് അത് സീലിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ സീലിംഗ് കാണിക്കുന്നില്ല. അപ്പോൾ സീലിംഗ് ഉള്ളിടത്തായിരിക്കണം ഇത് കൊണ്ട് വെക്കേണ്ടത് ലൈറ്റ്. ഓക്കെ, നമുക്ക് സീലിംഗ് ഉള്ള പാർട്ട് എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റ് ഇതെടുത്തിട്ട് നമ്മൾ ഈ സീലിംഗ് ഉള്ളിടത്തേക്ക് നമ്മൾ ഈ ലൈറ്റിനെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ നമ്മൾ എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് വന്നിട്ട് നമ്മുടെ സീലിംഗിൽ തന്നെ വന്ന് ഇരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ടൈപ്പ് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലൈറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഡൗൺലോഡ് ചെയ്ത് വേറെ ഒരു ബിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ബിം ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് ഫാമിലീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് ബിം ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ലൈറ്റിംഗ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റിംഗ്
തരത്തിലുള്ള പലതരത്തിലുള്ള സീലിംഗ് മൗണ്ടുള്ള ലൈറ്റിങ്, പലതരത്തിലുള്ള ലൈറ്റുകൾ നമുക്കിവിടെ കിട്ടാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലൈറ്റ് വേണോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ക്വയർ ടൈപ്പ്, ഇപ്പോൾ 600x600 സീലിംഗ് ടൈപ്പ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതേ തരത്തിലുള്ള ലൈറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അവിടെ റിവേറ്റ് ആണ് വേണ്ടത്, നിങ്ങൾ റിവേറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കിത് വേണ്ട, നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്തു, നമുക്ക് ഡൗൺലോഡ് ആവും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇതിനകത്തോട് ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊരു ലൈറ്റിംഗ് ഫാമിലിയാണ് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ഫാമിലി നമ്മൾ ലോഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും കണ്ടോ. ഇതുപോലെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ സീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ലൈറ്റ് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമുക്കിത് സെക്ഷൻ എടുത്ത് നോക്കാമെങ്കിൽ ഇതിപ്പോൾ താഴെയാണ് ഇരിക്കുന്നത്. നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്ത് പിക്ക് എ പ്ലെയിൻ കൊടുത്തു നമ്മുടെ സീലിംഗ് ഉള്ള പാർട്ടിലേക്ക് അതിനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് മൂവ് ചെയ്ത് നമുക്ക് ജസ്റ്റ് താഴോട്ട് പോകാം. ഡിസ്ജോയിൻ കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്തു, പിക്ക് എ പ്ലെയിൻ കൊടുത്തു, നമ്മുടെ ഇതിലൊക്കെ വെച്ചു ഉണ്ടാകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പിക്ക് എ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പ്ലെയിൻ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇത് പലതരത്തിലുള്ള ലൈറ്റ് ഉണ്ട്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വേറൊരു തരത്തിലുള്ള ലൈറ്റാണ്. അപ്പോൾ നമുക്ക് സീലിംഗ് ഉള്ള പാർട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. അത് കണ്ടോ, സീലിംഗ് ഉള്ള പാർട്ടിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്തു, പിക്ക് എ പ്ലെയിൻ കൊടുത്തു, നമുക്കത് കറക്റ്റ് സീലിംഗിൽ തന്നെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് വെച്ചു. അടുത്തൊരു ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തേക്ക് കൊടുക്കാം, ഒരു ലൈറ്റ് ഇവിടെ കൊടുക്കാം. അടുത്തൊരു ലൈറ്റ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യുന്നു വെച്ചോ, ഇവിടെയാണ് അടുത്ത ലൈറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ലൈറ്റ് നമുക്ക് ഇവിടെ മതിയെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള പ്ലേസിലെല്ലാം നമുക്ക് ലൈറ്റ് ഫിക്സേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് കൊടുക്കുക. ജസ്റ്റ് 3D വ്യൂ എടുത്ത് നോക്കുക, എല്ലാ ലൈറ്റുകളും അവിടെ ഫിക്സ് ആകുന്നുണ്ടോ. സീലിങ്ങിൽ വന്നിട്ട് എല്ലാ ലൈറ്റുകളും ഫിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ലൈറ്റിങ് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ലൈറ്റ് ഫിക്സ് ചെയ്യാം. അടുത്ത വേറൊരു ടൈപ്പ് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ലൈറ്റ് നമുക്ക് ഇതിനകത്തൊന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ കണ്ട സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ വേണം. ഓക്കെ, നമുക്ക് ആ ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. പക്ഷേ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് വി അടിച്ചു, ജസ്റ്റ് ഇതിനകത്ത് പോയി റിവേറ്റ് ലിങ്കിലൊന്ന് പോവാം. റിവേറ്റ് ലിങ്കിൽ പോയിട്ട് അണ്ടർലേ കൊടുക്കാം, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് ഫിക്സർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻ അടിക്കുക, ജസ്റ്റ് ഒന്ന് ഫൈൻ അടിച്ച് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം തിരിഞ്ഞായിരിക്കും, നമുക്കിതിനെ നേരെ തിരിക്കണം. ഓക്കെ, നമുക്കിതിനെ തിരിച്ചിട്ട് നമുക്ക് എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുക്കുക, പിക്ക് എ പ്ലെയിൻ കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ആ ലൈറ്റ് ഫിക്സർ അവിടെ വന്നിരിക്കും. നമുക്ക് ജസ്റ്റ് 3D വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ലൈറ്റ് ഫിക്സർ അവിടെ വന്നിരിപ്പുണ്ട്. കണ്ടോ, ഇതിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലൈറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് അത് കൊടുക്കാൻ നോക്കാം. ഞാൻ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലൈറ്റ് ഇത് കോപ്പി ചെയ്യുക, CC അടിച്ച് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഇവിടെ വെക്കാം, അടുത്തൊരു ലൈറ്റ് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ നിങ്ങൾ സെൻറ്റർ പോയിൻ്റ് എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കോപ്പി ചെയ്തിട്ട് അപ്പോൾ ഇതോട് 2 ലൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടുന്ന് സെൻറ്റർ എടുത്തിട്ട് ഇവിടോട്ട് ഞങ്ങൾ വെച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലാബ് ഇല്ലാത്തതാണ് പ്രശ്നം, അവിടെ സീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എറർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലാബിലേക്ക് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സെലക്ട് ചെയ്യുക, എഡിറ്റ് വർക്ക് പ്ലെയിൻ പോവുക, പിക്ക് എ പ്ലെയിൻ കൊടുക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക, ലൈറ്റ് ഫിക്സ് ആയി അവിടെ. ഇതാണ് സിമ്പിൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈറ്റിംഗ് കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ലൈറ്റ് കൂടെ കൊടുക്കുന്നു വെച്ചു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാരണം ലൈറ്റ് താഴെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് മേളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പിക്ക് എ പ്ലെയിൻ കൊടുക്കുന്നു, നമ്മുടെ മേളിലുള്ള പോർഷനിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതിനെ അടുത്ത് ഇവിടെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും, പേരുകൾ മാറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ലെയർ കൂടെ നമുക്ക് ഇവിടോട്ട് കോപ്പി ചെയ്ത് വെക്കാം. നിങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നിങ്ങളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇത് ഔട്ട്സൈഡിലായി ഞാൻ മൂവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്കിതിനെ ഓരോന്നിനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വേറെ പേരുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ഇപ്പം ഇതിനെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ F1 എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ L1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ലൈറ്റിംഗ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് മാർക്കിനകത്ത് ഞാൻ L1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഞാനിതിനെ L2 എന്നും പറഞ്ഞ് കൊടുത്തു.
ഇവിടെ നമ്മുടെ ഇതിനകത്ത് ടൈപ്പ് മാർക്കിൽ വന്നിട്ട് നമ്മൾ L2 എന്നും പറഞ്ഞ് കൊടുത്തു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു എമർജൻസി ലൈറ്റ് വേണം. അതിനെ നമ്മൾ എഡിറ്റ് ടൈപ്പിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, L1E എന്നും പറഞ്ഞ് കൊടുത്തു. അത് ഞാൻ കോപ്പി ചെയ്തു, ഓക്കെ അടിച്ചു. ഞാൻ ഈ ടൈപ്പ് മാർക്കിനകത്ത് ആ പേര് കൊടുത്തു. നമുക്ക് നെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഉപയോഗപ്രദമാവും. ഓക്കെ, ഞാൻ ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, L2E എന്നും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നമുക്ക് പലതരത്തിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലൈറ്റുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനെ L2E എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് പേര് കൊടുക്കുക, ടാഗ് കൊടുക്കുക. ടാഗ് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ടാഗ് കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ ഒന്നും വരുന്നില്ല. എന്താണ് വരാത്തതെന്ന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യുക, ഈ ടാഗിനെ നമ്മൾ എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് എഡിറ്റ് ടൈപ്പിൽ പോകുന്നു. എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാൻ പറ്റും എഡിറ്റ് ലേബൽ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അത് കാണിക്കുക സർക്യൂട്ട് നമ്പറാണ്. ആ സർക്യൂട്ട് നമ്പർ മൈനസ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് മാർക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത് പല രീതിയിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ടൈപ്പ് മാർക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ലോഡ് ഇൻറ്റു പ്രോജക്റ്റ് കൊടുത്തു, നമ്മുടെ പ്രോജക്റ്റിലേക്ക് ലോഡ് ചെയ്തു, യെസ് കൊടുത്തു. അപ്പം നമുക്ക് അവിടെ പേര് വന്നു. അപ്പോൾ ഈ ആരോ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ലീഡർ ലൈൻ ഓഫ് ചെയ്തിടാം. എന്നിട്ട് എഡിറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ബോക്സ് വിസിബിലിറ്റി എന്ന് പറഞ്ഞത് ഓഫ് ചെയ്തിടാം. നമുക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതാത് ലൈറ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പം എനിക്ക് ഇത്രയും ലൈറ്റുകൾ L2ലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് L2ഇടാം. ഇപ്പോൾ എനിക്ക് ഈ ലൈറ്റും എമർജൻസി L2E ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ലൈറ്റും L1E ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് ബാക്കിയുള്ള ലൈറ്റുകൾ ഇതൊക്കെ നമുക്ക് L1ലാണ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇത് ഇത്രയും ഞാൻ L1ലാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് L1ൽ കൊടുക്കാം. അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ ലീഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ L2 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും. കണ്ടോ, ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്കും കൊടുക്കാൻ പറ്റും ഇതെല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു ഇതെല്ലാം. നമുക്ക് ടാഗ് ആളെന്നും പറഞ്ഞ് നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റും. അനോട്ടേറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ടാഗ് ആളെന്നും പറഞ്ഞുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എടുക്കുക. ഇതിനകത്ത് നമുക്ക് ലൈറ്റിംഗ് ഫിക്സർ ടാഗ് എന്നും പറഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെ എല്ലായിടത്തും അതിനകത്ത് ടാഗ് വന്നു. പക്ഷേ നമുക്കിത് മൂവ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാഗിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ എ വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എല്ലാം സെലക്ട് ആകും. കേട്ടോ, നിങ്ങൾക്ക് എവിടോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്ത് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ വേണ്ട രീതിയിൽ നമുക്കത് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ചില ലൈറ്റുകൾക്കൊന്നും ടാഗ് വന്നിട്ടില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതന്നെ എല്ലാം കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കും. അതിന് നമുക്ക് L2 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ആ ടാഗ് അവിടെ വരും. നമുക്കിതിനെ വേണമെങ്കിൽ നമുക്ക് പലതരത്തിലും നമുക്ക് പല കളറുകളൊക്കെ കൊടുത്ത് നമുക്കിതിനെ മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റുകൾ ടാഗിനൊക്കെ നമുക്ക് കളറുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് L1E എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് മാർക്ക് L1E എന്നുള്ളതാണ്. നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞെടുത്തു. അതിനകത്ത് നമ്മൾ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് പോയി നമ്മൾ ഒരു ഫിൽറ്റർ ഓപ്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ പലതരത്തിലുള്ള ലൈറ്റ് ഫിക്സേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് L1 എന്നും പറഞ്ഞ ലൈറ്റ് കൊടുത്തു. നമ്മളിവിടെ വന്നിട്ട് കാറ്റഗറിക്കകത്ത് നമ്മൾ ലൈറ്റിംഗ് ഫിക്സേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈപ്പ് മാർക്ക് എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, ടൈപ്പ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ടൈപ്പ് മാർക്ക് ഉണ്ട്. ഓക്കെ, ഈക്വൽസ് ടു, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള L1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, L2ൻ്റെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ L2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന് നമുക്കിവിടെ നമ്മുടെ ലൈറ്റിംഗ് ഫിക്സേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളിവിടെ വന്നിട്ട് ഈക്വൽ ടു ലൈറ്റിംഗ് ഫിക്സർ എന്നുള്ളതാണ്. ലൈറ്റിംഗ് ഫിക്സറിൻ്റെ ടൈപ്പ് മാർക്ക് നമ്മൾ L2 എന്നും പറഞ്ഞ് സെലക്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ല, അവിടെ ഈ ടൈപ്പ് മാർക്ക് കൊടുത്തതിൻ്റെ ഒരു ഗുണം അതാണ്. ഓക്കെ, നമ്മൾ ക്ലിക്ക് കൊടുത്തു. അപ്പോൾ അടുത്ത് നമ്മളൊരെണ്ണം ക്രിയേറ്റ് ചെയ്തു, L2E എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തു. അതുപോലെ നമുക്ക് ലൈറ്റിംഗ് ഫിക്സേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ടൈപ്പ് മാർക്ക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഈക്വൽ ടു L2E എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ക്ലിക്ക് ഓക്കെ കൊടുത്തു. അപ്പം നമുക്ക് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാൻ എല്ലാം കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോ കളറുകൾ കൊടുക്കുക. ഓരോന്നിനും ഓരോ കളർ ടൈപ്പുകൾ. സോളിഡ് ഫില്ലാണ് വേണ്ടത്, സോളിഡ് ഫില്ല് കൊടുക്കാം. അപ്പോൾ ഈ കളറാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സോളിഡ് ഫില്ല് ഇപ്പോൾ നമുക്ക് മജന്തയാണ് വേണ്ടെങ്കിൽ മജന്ത കളർ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്മൾ സോളിഡ് ഫില്ല് കൊടുത്തു, കളർ നമ്മൾ റെഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതിന് നമ്മൾ സോളിഡ് ഫില്ല് കൊടുത്തു, കളർ കൊടുത്തു, റെഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു, ഓക്കെ അടിച്ചു. അടുത്തൊരു പലതരത്തിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമർജൻസിക്കാണ് നമ്മൾ സോളിഡ് ഫില്ല് കൊടുത്തു, ബ്ലൂ കളർ കൊടുത്തു. നമ്മൾ ഇതിനും സോളിഡ് ഫില്ല് കൊടുത്തു, ബ്ലൂ കൊടുത്തു, ഓക്കെ അടിച്ചു, ഓക്കെ അടിച്ചു. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. വേണ്ട ഡിഫറെൻറ്റ് കളറുകൾ ലൈറ്റുകൾക്ക് അവിടെ വരും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റുകളുടെ കളറുകൾ മാറും.
ഇതിനെ ഈ ടെക്സ്റ്റുകളെ നമുക്ക് മാറ്റാൻ പറ്റും. ടെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം ഒരു സിമ്പിൾ ഓപ്ഷൻസ് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് മജന്ത കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ സെലക്ട് ചെയ്യുക, ഇതെല്ലാം സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് എല്ലാം അവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓവർ റൈഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നമുക്കൊരു ഓപ്ഷനിലൂടെ നമുക്ക് അതിൻ്റെ കളറുകൾ സെലക്ട് ചെയ്ത് അതാത് കളറിലേക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പം L2ൻ്റെ നമുക്ക് കളറുകളെല്ലാം റെഡായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് L2ൻ്റെ കളറുകൾ L2 എല്ലാം സെലക്ട് ചെയ്യുക. L2 എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ വന്നിട്ട് നമ്മുടെ ലൈറ്റിംഗ് ഫിക്സർ ടാഗ് എടുക്കുക, ക്ലിക്ക് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓവർ റൈഡ് എലമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ കൊടുത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സിംഗിൾ നമുക്ക് ഇതിനകത്ത് ഡി ബിയിലോട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡി ബി അസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോയിട്ട് നമ്മുടെ പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാനൽ ഇവിടെ ഷോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പാനൽ ഷോ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംഗിൾ ഫേസും നമ്മുടെ ഡി ബി 3 ഫേസുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് 3 ഫേസിലോട്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡി ബി നമ്മുടെ 450 പലതരത്തിലുള്ള ഡി ബി ഉണ്ട്. ഇപ്പോൾ ഡി ബിയുടെ 3 ഫേസിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് പവർ അസൈൻഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വോൾട്ടേജ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വോൾട്ടേജ് ഇവിടെ നമുക്ക് 3 ഫേസ് ആക്കി കൊടുക്കാം. ഓക്കെ, 3 ഫേസ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് 120 ജസ്റ്റ് ഇത് കൊടുത്തിട്ട് നമ്മൾ ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് പ്രോജക്റ്റിൽ കൊടുത്തു, ഓവർ റൈറ്റ് ചെയ്തു, ഡിസ്കണക്റ്റ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഫേസ് 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ നമ്മൾ ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ പവർ ഇപ്പോഴും അത് ആക്റ്റീവ് ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇത് 400 വോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റിൽ പോവാം. ലൈറ്റിൽ പോയിട്ട് എഡിറ്റ് ഫാമിലി പോയി നമ്മളിതിനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 400 ആക്കി കൊടുക്കുക. 400 ആക്കി കൊടുത്തു, ലോഡ് ഇൻറ്റു പ്രോജക്റ്റ് കൊടുത്തു, ഇലക്ട്രിക്കൽ ഇത് ചെയ്തു, ഓവർ റൈറ്റ് ചെയ്തു. നമ്മളിത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് സർക്യൂട്ട്, പാനൽ നെയിം, എഡിറ്റ് സർക്യൂട്ട് കൊടുക്കുക. നമ്മൾ റിമൂവ് സർക്യൂട്ട് കൊടുക്കുക അതിനകത്ത്. ഓക്കെ, റിമൂവ് സർക്യൂട്ട് കൊടുത്തു, സെലക്ട് ചെയ്തു, സിസ്റ്റം പോയി. നമ്മൾ സെലക്ട് ചെയ്തു, ഫിൽറ്ററിനകത്ത് പോയി ലൈറ്റിംഗ് ഫിക്സേഴ്സ് എടുത്തു, ഓക്കെ കൊടുത്തു, പവർ സെലക്ട് ചെയ്തു. പവർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാനൽ സെലക്ട് ചെയ്യണം. പാനൽ ഏതെങ്കിലും ഒരു ലൈറ്റിംഗ് പാനൽ നമ്മൾ സെലക്ട് ചെയ്തു, പക്ഷേ ഇത് അസൈൻഡ് അല്ല ഇത്. ഓക്കെ, നമ്മുടെ 400 എന്നുള്ളത് അസൈൻഡ് അല്ല ഇവിടെ. ഓക്കെ, നമ്മൾ 400 അസൈൻ അല്ലാതെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സെറ്റിങ്സിൽ പോവുക, ES ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 400 ഒന്നും ചെയ്യുക, അസൈൻഡ് ആയിട്ടില്ല. വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒരെണ്ണം 400 ആഡ് ചെയ്യുക. 400. ഓക്കെ, ഇവിടെ 400 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 380 കൊടുക്കാം. ഇവിടെ നമുക്ക് 420 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് 400 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 3 ഫേസ് ആണത്, 3 ഫേസ് കൊടുക്കുക. ഓക്കെ, 3 ഫേസ് ഇവിടെ നമ്മുടെ 400 അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഗ്രൗണ്ട് വോൾട്ടേജ് എന്നുള്ളത് നമ്മുടെ നമുക്ക് 400, 480, 420, 400 ഇടാം. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ഇത് പവർ കൊടുത്ത് നോക്കാം. പവർ ഇപ്പോൾ നമുക്ക് പാനലിൽ സെലക്ട് ചെയ്ത് നോക്കാം. പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് 400 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഇതിനെല്ലാം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 400 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ സെലക്ട് ലൈറ്റ്. നമ്മൾ പവർ കൊടുത്തു. പവർ കൊടുത്ത് ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട്. കേട്ടോ, ലൈറ്റും പവറും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ചെയ്തതിൻ്റെ നമ്മൾ ഇതിനകത്തൊക്കെ പവറുണ്ട്. അപ്പോൾ നമുക്ക് അതിലെടുത്ത് എടുത്ത് കളയാം. ഓക്കെ, എഡിറ്റ് സർക്യൂട്ട് പോയിട്ട് നമ്മൾ റിമൂവ് സർക്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ അതങ്ങ് പോകും, ഫിനിഷ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഈ ലൈറ്റുകളെല്ലാം ഒരു സർക്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഫിൽറ്ററിനകത്ത് പോയിട്ട് നമ്മുടെ ലൈറ്റിംഗ് ഫിക്സർ മാത്രം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ലൈറ്റിംഗ് ഫിക്സർ ഉണ്ട്, പക്ഷേ പവർ ഇവിടെയൊക്കെയോ നമ്മളതിനകത്ത് കിടപ്പുണ്ട്, അതാണ് നമുക്ക് കിട്ടാത്തത്. ജസ്റ്റ് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് പവർ ഇല്ലാത്തത്. പവർ ഇതിനകത്ത് പവർ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. എഡിറ്റ് സർക്യൂട്ടിൽ പോയി നമ്മൾ റിമൂവ് സർക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നിന്ന് അതങ്ങ് പോകും. റിമൂവ് സർക്യൂട്ട്, റിമൂവ്. ഓക്കെ, അതെല്ലാം അങ്ങ് പോയി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും എനിക്കൊരു സർക്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ഫിൽറ്റർ ചെയ്തു, ലൈറ്റിംഗ് ഫിക്സർ മാത്രമാക്കി പവർ ഉണ്ട്, ഇവിടെ പവർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പാനൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ലൈറ്റിംഗ് എന്നുള്ള പാനൽ സെലക്ട് ചെയ്ത് കൊടുത്തു.
ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി അത് സംഭവം ഇവിടെ ഷോ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ വി അടിച്ചതിന് ശേഷം നമുക്ക് വയറിങ്ങിൻ്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് പോയിട്ട് വയർ എന്നുള്ളത് സെലക്ട് ചെയ്തു. നമുക്കിവിടെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ വയറിൻ്റെ കളറുകളൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പം പലതരത്തിലുള്ള കളറുകൾ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വയറിൻ്റെ കളറുകൾ മാറും. തിക്കായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സർക്യൂട്ട് നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സർക്യൂട്ട് നമ്പർ 1 2 3 എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. 3 ഫേസ് ആയതുകൊണ്ടാണ് 1 2 3 എന്നും പറഞ്ഞ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് ഇത് നമുക്ക് പാനലിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷനുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സർക്യൂട്ട് നമ്പർ കണ്ടിന്യൂസ് നമ്പറിങ് ഡിഫാൾട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സർക്യൂട്ട് നെയിമിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാനൽ നെയിം ബൈ ഫേസ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ ഫേസ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ABC 1 എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 3 ഫേസ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ആയിട്ട് തന്നെ വരും. ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ESൽ പോയിട്ട് നമുക്ക് നമ്മുടെ വോൾട്ടേജ് ജനറലിനകത്ത് വന്നിട്ട് ഇവിടെ RYB എന്നാക്കാം. ഓക്കെ, നമുക്ക് ക്ലിക്ക് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിനെ നമുക്ക് സിംഗിൾ ഫേസ് ആക്കി നോക്കാം. ഇതിവിടെ ഇപ്പം 3 ഫേസ് ആണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് 3 എണ്ണം വരുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് സിംഗിൾ ഫേസ് തന്നെ ആക്കി കൊടുക്കാം. സിംഗിൾ ഫേസ് ആക്കി ലോഡിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു. നമ്മൾ ഇതിനകത്ത് ഓവർ റൈറ്റ് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം സംഭവം. അപ്പോൾ ഇത് സിംഗിൾ ഫേസ് ആയി. നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിൽറ്റർ ഓപ്ഷൻ എടുത്തു. പലതരത്തിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മളിതിനകത്ത് വന്നിട്ട് പവർ സിസ്റ്റം കൊടുത്തു. ഇപ്പോൾ DB ലൈറ്റിങ്ങിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് R1 Y1 അതേ രീതിയിലേക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. R1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കിടന്നത് 3 ഫേസിലായതുകൊണ്ടാണത് അങ്ങനെ കിട്ടിയത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പാനലോട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ DB ലൈറ്റിംഗ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ഫാമിലി പോയി സർക്യൂട്ടിൻ്റെ ഇവിടെ സെലക്ട് ചെയ്തു, പാനൽ നെയിം കൂടെ നമ്മൾ പാനലിലൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സർക്യൂട്ടിൻ്റെ ഇവിടെ സഫിക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊരു മാർക്ക് കൊടുത്തു. നമ്മൾ ഇതിനൊന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ലോഡിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓവർ റൈറ്റ് ചെയ്തു, യെസ് കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ഉണ്ടാകും ആ DBയുടെ പേര് ഇവിടെ വന്നു. ഇപ്പോൾ അടുത്തൊരു ലൈറ്റ് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഇതിന് നമുക്ക് പവർ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ സെലക്ട് ചെയ്തു, ലൈറ്റിംഗ് ഫീച്ചർ ടാഗ് ചെക്ക് കൊടുത്തു, ലൈറ്റിംഗ് ഫീച്ചർ ടാഗ് കൊടുത്തു. അപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ DBയിലേക്ക് തന്നെ അത് വരും. നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാൻ പറ്റും. ഒരു DB Y1 എന്നും പറഞ്ഞു കിട്ടും. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ സ്വിച്ചിങ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ചും നമുക്ക് കൊടുക്കാം. സിസ്റ്റത്തിനകത്ത് പോയിട്ട് നമ്മൾ ഡിവൈസിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വിച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെയാണ് സ്വിച്ച് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതിനകത്ത് ഈ ലൈറ്റിനെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ലൈറ്റിംഗ് ഫീച്ചർ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് സെലക്ട് സ്വിച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ സ്വിച്ചിങ് സിസ്റ്റം ആ സ്വിച്ചിലൂടെ അതിനടുത്തോട്ട് കൺട്രോൾ ആവുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് ലൈറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേറൊരു കോപ്പി ചെയ്യുക. ഇപ്പോൾ ഈ ലൈറ്റിനെ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റുകൾ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. പലതരത്തിലും നമുക്ക് ലൈറ്റുകൾ ഫിക്സ് ചെയ്ത് അത് ആ പൊസിഷനിൽ വെക്കുന്നു. എന്നിട്ട് നമ്മളിത് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ എവിടെയൊക്കെ വേണോ പലതരത്തിലുള്ള ലൈറ്റുകൾ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കോപ്പി ചെയ്തു, ജസ്റ്റ് ഇവിടെ വെച്ചു, ഇത്ര എടുത്ത് വെച്ചു. എന്നാൽ എനിക്ക് ഇത്രയും ലൈറ്റുകൾ L1 വേണ്ടെന്നുണ്ടെങ്കിൽ L1 മാറ്റാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കളറുകളും ചേഞ്ച് ആവും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇത് ഞാൻ L1 ആക്കി. ഇത് ഞാൻ ഇത്രയും ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് L2 ആക്കി. അപ്പം വേറെ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ L3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് L3 എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പ് മാർക്ക് L3 എന്നും പറഞ്ഞ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം L3 ആയിട്ട് വരും. ഇതെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ L3 എന്നും പറഞ്ഞ് മാറ്റാം. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് മതി. ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് L3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെംപ്ലേറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഡിറ്റ് ന്യൂ പോകുന്നു. നമ്മൾ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു, L3 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ലൈറ്റിംഗ് ഫിക്സേഴ്സ് ആണ്. അപ്പോൾ ലൈറ്റിംഗ് ഫിക്സർ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇത് കൊടുത്തു. നമ്മുടെ ടൈപ്പ് മാർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് L3 എന്ന് പറഞ്ഞിട്ട് ഈക്വൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് എടുക്കാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് കിട്ടും, ഓക്കെ കൊടുക്കുന്നു.
നമ്മളിവിടെ ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുത്തിട്ട് L3 നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളിഡ് ഫില്ല് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പുതിയൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ പുതിയ കളർ നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതിനെ പുതിയ കളർ വന്നു കേട്ടോ. ഇതിനെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടാഗ് ആളെന്ന് പറഞ്ഞിട്ട് നമ്മൾ അനോട്ടേറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ടാഗ് ആൾ കൊടുക്കുന്നു. എന്നിട്ട് ലൈറ്റിംഗ് ഫിക്സർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ലൈറ്റിംഗ് ഫിക്സർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. നമുക്ക് ലൈറ്റിംഗ് ഫിക്സറിൻ്റെ എല്ലാം ടാഗ് ഇവിടെ വന്നു. അപ്പോൾ നമുക്കിതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഇത്രയും സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്തിട്ട് ലൈറ്റിംഗ് ഫിക്സർ ടാഗ് മാത്രം വെക്കുന്നു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് മൂവ് കമാൻഡ് എടുത്തിട്ട് നമുക്കിതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ടാഗ് അവിടെ വരും. പിന്നെ സർക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സർക്യൂട്ട് ഇത്രയും സെലക്ട് ചെയ്തു. നമുക്ക് ഫിൽറ്ററിനകത്ത് പോയിട്ട് നമ്മുടെ ചെക്ക് രണ്ട് കൊടുത്തിട്ട് ലൈറ്റിംഗ് ഫിക്സർ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ പവർ ഓപ്ഷൻ വരും. പവർ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ DB ലൈറ്റിംഗ് ആണ് വയറിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. നമുക്ക് ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത B1 എന്ന് പറയും. ഇപ്പോൾ എന്നിട്ട് R1 കിട്ടി, Y1 കിട്ടി, B1 കിട്ടി. അടുത്ത ഇത്രയും ലൈറ്റ് വേറൊരു ഇതിലോട്ട് വരണം. നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തു, ഫിൽറ്റർ എടുത്തു, ലൈറ്റിംഗ് ഫിക്സേഴ്സ് മാത്രം എടുത്തു, നമ്മൾ പവർ കൊടുത്തു. അടുത്ത ഇത്രയും ലൈറ്റ് വേറെ സർക്യൂട്ട് വേണം. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഫിൽറ്റർ എടുത്തു, ലൈറ്റിംഗ് ഫിക്സർ മാത്രം വെച്ചു, ഓക്കെ കൊടുത്തു, പവർ കൊടുത്തു, സംഭവം വന്നു. അപ്പോൾ ഇതിന് സ്വിച്ചസ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സിസ്റ്റത്തിനകത്ത് പോയിട്ട് ലൈറ്റിംഗ് സ്വിച്ച് എടുക്കുന്നു. നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് നമുക്ക് വെക്കാം. ആ സ്വിച്ച് വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ട രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ നമുക്ക് ഇത്ര ലൈറ്റിനെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്ററിനകത്ത് പോയിട്ട് നമ്മൾ ജസ്റ്റ് ചെക്കിനാണ് കൊടുക്കുന്നു, ലൈറ്റിംഗ് ഫിക്സർ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സ്വിച്ച് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ട് സ്വിച്ച് ചെയ്ത് അത് അത്രയും ഇതിനെ നമ്മളത് കൺട്രോൾ ആവുന്നുള്ള രീതി കാണിക്കണ്ട. ഇങ്ങനെ കാണിക്കും. ഇതിന് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ലൈറ്റ് ആ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ കൊടുക്കുന്നു, ലൈറ്റിംഗ് ഫിക്സേഴ്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് സ്വിച്ച് സെലക്ട് ചെയ്യുന്നു, സെലക്ട് സ്വിച്ച് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതെല്ലാം അവിടെ വരും. ഇതിൽ സെലക്ട് ചെയ്തിട്ട് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏതൊക്കെ സ്വിച്ചിലാണ് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സർക്യൂട്ട് അവിടെ ഡെവലപ്പ് ആവും. ഇതിനെ നമുക്ക് സർക്യൂട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ്. നമ്മൾ ചെക്ക് നണ്ട് കൊടുക്കുന്നു, ലൈറ്റിംഗ് ഫിക്സർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇത് സെലക്ട് ചെയ്യുന്നു, Y2 നമ്മൾ സംഭവം ഓക്കെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളിതിങ്ങനെ ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വയറിങ് അവിടെ കിട്ടും. നമുക്ക് ടാഗ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ Y2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ലൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സെഷനിൽ ഞാൻ പവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ എൻ്റെ വേറെ കുറേ വീഡിയോസുകളൊക്കെ നമ്മളവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വേറെ ലൈറ്റിംഗ് ഫിക്സേഴ്സുകളും അതൊക്കെ. ഇതിപ്പം സീലിങ്ങിലല്ല ഇരിക്കുന്നത്. അപ്പോൾ സീലിങ്ങിലുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? സീലിങ്ങിലേക്ക് അത് കൊണ്ടുവന്ന് വെക്കണം. സീലിംഗ് ഉള്ളിടത്തെല്ലാം നമ്മൾ ലൈറ്റ് ഫിക്സേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? സീലിങ്ങിലേക്ക് കൊണ്ടുവരണം. എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്ത് പിക്ക് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീലിങ്ങിലേക്ക് അത് ലൈറ്റ് വന്ന് ഫിക്സ് ആയിരിക്കും. അപ്പോൾ സീലിംഗ് ഉള്ളിടത്തെല്ലാം ലൈറ്റിംഗ് സീലിങ്ങിൽ തന്നെ കൊടുത്ത് പ്ലേസ് ചെയ്ത് പോകണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എഡിറ്റ് വർക്ക് പ്ലെയിൻ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ 3D വ്യൂയിലൂടെ അതെടുത്ത് നമ്മൾ നോക്കണം അത് കറക്റ്റാണ്. ഇപ്പോൾ ചിലയിടത്തൊക്കെ സീലിംഗ് ഇല്ല. അപ്പോൾ സീലിംഗ് ഇല്ലാത്തടത്ത് സ്ലാബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലാബിലേക്ക് നിങ്ങളെ ലൈറ്റ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ പലതരത്തിലുള്ള ലൈറ്റ് ഫിക്സറായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ ഫിക്സ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇതിന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്പർ കൊടുക്കുക. എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് DB വെക്കുന്നത്. പലതരത്തിലുള്ള DB കൊടുക്കാം, DB നെയിം കൊടുക്കാം. അതുപോലെ ഇലക്ട്രിക്കൽ സെറ്റിങ്സ് നോക്കുക. സെറ്റിങ്സിനകത്തായിരിക്കും നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പും വോൾട്ടേജ് ഡെഫിനിഷനും സിസ്റ്റംസും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ അത് ഷോ ചെയ്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ഒന്നുകൂടെ തറമായിട്ട് നോക്കണം. ഞാൻ കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.